ബോളിവുഡ് സിനിമയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതിയ പ്രണയകഥയാണ് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. 1995-ൽ ആദിത്യ ചോപ്രയുടെ സംവിധാനത്തിൽ ഷാറൂഖ് ഖാനും കാജോളും പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം ഏവരുടെയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ മലയാളം എക്സ്പ്ലനേഷനാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഷാറൂഖ് ഖാനെ കിങ് ഖാൻ ആക്കി മാറ്റിയ ആളുടെ കരിയറിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണിത്. അപ്പോൾ ആരും അത് മിസ്സാക്കരുത്. ഇതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് 17 വർഷമായി ലണ്ടനിൽ താമസിക്കുന്ന ബൽദേവ് സിംഗ് എന്ന ആളെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളിപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നതെങ്കിലും ആൾക്കിഷ്ടം ആളുടെ യഥാർത്ഥ പ്രദേശമായിട്ടുള്ള ഭാരതത്തിൻ്റെ സംസ്കാരത്തിലൊക്കെ ജീവിക്കാനാണ്. ഞാൻ എന്തായാലും എൻ്റെ ദേശമായ പഞ്ചാബിലേക്ക് ഒരു ദിവസം പോകുമെന്ന് ആൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അതിനുശേഷം ആളുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ ആളുടെ ഭാര്യ ലാജോ സിംഗ് തൻ്റെ മകളായിട്ടുള്ള ചുട്കിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം മൂത്ത മകളായിട്ടുള്ള സിമ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവളുടെ റൂമിലേക്ക് വന്നതും അവിടെ ഒരു ഡയറി ഇരിക്കുന്നത് കണ്ടിട്ട് ആൾ അതെടുത്ത് വായിക്കുകയാണ്. അപ്പോൾ ആ ഡയറി വായിക്കുന്നത് കേട്ടതും സിമ്രൻ ഓടി വന്നത് തട്ടിപ്പറിച്ചിട്ട് അമ്മ എന്തേ കാണിക്കുന്നത്, ഇതെൻ്റെ ഡയറിയാണ്, ഇതമ്മ വായിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാജോ അവളോട് നീ എന്താ ഈ പറയുന്നത്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ പോലെയല്ലേ, പിന്നെ നീ എന്തിനാ എന്നോട് ഇതൊക്കെ ഒളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ പിന്നെയും നിർബന്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സിമ്രൻ സമ്മതിക്കുന്നുണ്ട്. ആ ശരി, ഞാൻ വായിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൾ അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക അവളുടെ സ്വപ്നത്തിലുള്ള ഒരു പുരുഷനെ പറ്റിയിട്ടാണ്. ഒരു ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരും, എന്നിട്ട് എന്നെ സ്നേഹിക്കുകയും എൻ്റെ ജീവിതം മനോഹരമാക്കുകയും ചെയ്യും. ആളിവിടെ എവിടെയോ ഉണ്ട്, എന്നെ തേടിയിട്ട് ഒരു ദിവസം വരുന്നൊക്കെ അതിൽ എഴുതിയത് കണ്ടിട്ട് അവളുടെ അമ്മ അത് ശരി, നീ ഇപ്പോൾ ഇതുവരെ കാണാത്ത മിണ്ടാത്ത ആളെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത്, നീ എന്ത് സ്വപ്ന ലോകത്താ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അവളുടെ അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ അവൾ അപരിചിതനായിട്ടുള്ള ആ ഒരു ആളെക്കുറിച്ച് തന്നെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നായകനായ രാജുവിനെ കാണിക്കുകയാണ്. അവൻ ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ അവൻ്റെ കോളേജിലെ കോൺവക്കേഷൻ സെറിമണി നടക്കുന്ന ആ സമയത്ത് ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫെയിലിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രാജ് മൽഹോത്രയുടെ പേര് അവരവിടെ വിളിച്ച് പറയുമ്പോൾ അവൻ എല്ലാവരുടെ മുമ്പിലും നാണം കെടുന്നുണ്ട്. അങ്ങനെ അവൻ പൊട്ടിയ കാര്യം അവൻ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. വെൽ ഡൺ മൈ ബോയ്, നിന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിമാനമുണ്ട്, എൻ്റെ പേര് ഒന്നും കൂടി ഉയർത്തുകയാണ് നീ ചെയ്തത്. നിൻ്റെ മുതുമുത്തശ്ശൻ സ്കൂളിൽ പോയിട്ടില്ല, നിൻ്റെ മുത്തശ്ശനാണെങ്കിൽ പൊട്ടും ചെയ്തു, ഞാനും പൊട്ടി, അതേപോലെ ഇപ്പോൾ നീയും പൊട്ടി, നീ നമ്മുടെ പാരമ്പര്യം നിലനിർത്തിയെന്ന് പറഞ്ഞിട്ട് ആളവനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജ് നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലായിരിക്കും. അപ്പോൾ അവന് അച്ഛനോട് ഞാൻ ഇനി ഓഫീസിലത്തെ കാര്യങ്ങൾ നോക്കാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ യൂറോപ്പിൽ പോയിട്ട് നിൻ്റെ ജീവിതം അടിച്ചു പൊളിക്കുക എന്ന് പറയാണ്. എൻ്റെ കാലത്ത് എനിക്ക് ഇതൊന്നും അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ ജോലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ ജീവിതം ഇനി നീ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവനോട് യൂറോപ്പിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പറയുകയാണ്. അതിനുശേഷം ബൽദേവിന് പഞ്ചാബിൽ നിന്ന് ആളുടെ സുഹൃത്തായ അജിത്തിൻ്റെ ലെറ്റർ വരുന്നുണ്ട്. അത് കിട്ടിയതും സന്തോഷത്തോടു കൂടെ ബൽദേവ് അത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് സിമ്രനെ കൊണ്ട് അത് വായിപ്പിക്കുകയാണ്. ആ കത്തിലെ ചെറുപ്പത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള സിമ്രാൻ്റെയും അജിത്തിൻ്റെ മകനായ കുൽജീത്തിൻ്റെയും കല്യാണം ഉടൻ തന്നെ നടത്തണമെന്നൊക്കെ എഴുതിയത് വായിച്ചിട്ട് സിമ്രാൻ ആകെ വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് എണീച്ച് പോകുമ്പോൾ ബൽദേവ് അവൾക്ക് നാണം വന്നിട്ടാണ് എണീച്ച് പോയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ നല്ല സങ്കടമാവുന്നുണ്ട്. മകളുടെ മനസ്സിലുള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ അവളോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ തീരുമാനം എടുത്താൽ മതിയില്ലേ എന്ന് ബൽദേവിനോട് പറയുമ്പോൾ എൻ്റെ തീരുമാനം അവൾ എന്തായാലും എതിർക്കാൻ പോകുന്നില്ല, അവൾക്ക് ആദ്യമേ അറിയുന്നതല്ലേ ചെറുപ്പത്തിലെ ഇതൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതാണെന്ന്, അവൾക്ക് സമ്മതമായിരിക്കുമെന്ന് ബൽദേവ് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ കാണാം അവൾ ആ ഡയറിയിൽ എഴുതിയിട്ടുള്ള ആ പേജസ് ഒക്കെ കീറിക്കളയുന്നതാണ്. അപ്പോൾ മോളെ നീ എന്താ ഈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവൾ പറയാണ്, അമ്മ ഞാൻ ചിന്തിക്കണമായിരുന്നു, ഇത്ര കാലം എനിക്ക് സ്വപ്നം കാണാനുള്ള അനുവാദം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവളുടെ അമ്മ അവളെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സിമ്രാനും അവളുടെ ഫ്രണ്ട്സും കൂടിയിട്ട് യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സിമ്രൻ അവളുടെ അമ്മയോട് അനുവാദം ചോദിക്കുമ്പോൾ നീ എത്ര നടക്കാത്ത സ്വപ്നമാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാം, പക്ഷേ ആദ്യം നിൻ്റെ അച്ഛനോട് നീ അനുവാദം ചോദിക്കണം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അവളത് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബൽദേവ് ആളുടെ ഷോപ്പൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്തായിരിക്കും രാജിൻ്റെ ഫ്രണ്ടായ റോക്കി വന്നിട്ട് ആളോട് സാറെ കുറച്ച് ബിയർ തരുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കട അടച്ചു, നീ നാളെ വായോ എന്ന് ബൽദേവ് റോക്കിയോട് പറയുന്നുണ്ട്. അപ്പോൾ റോക്കി പിന്നെയും എനിക്ക് എന്തായാലും വേണമെന്ന് പറയുമ്പോൾ ബൽദേവ് അവനെ നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിക്കുകയാണ്.
റോക്കി തിരിച്ചു വന്നത് കണ്ടിട്ട് എന്താ നിനക്ക് ബിയർ കിട്ടിയില്ലേ എന്ന് രാജ് ചോദിക്കുകയാണ്. കിട്ടിയില്ല, അയാൾ എനിക്ക് തന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് രാജ് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ബൽദേവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ബൽദേവിനോട് സാറേ എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മരുന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റിക്വസ്റ്റ് ചെയ്തിട്ട് ആളെ കൊണ്ട് കട തുറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ മരുന്ന് ബൽദേവ് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാജ് സാർ എന്തായാലും സാറിൻ്റെ കടയിൽ വന്നിട്ട് ഈ ഒരു ചെറിയ സാധനം മാത്രമല്ല ഞാൻ വാങ്ങിയുള്ളൂ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ബിയർ ഫുള്ള് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതെടുക്കുമ്പോൾ ബൽദേവിന് കാര്യം മനസ്സിലാവാണ്. എന്നിട്ട് ബൽദേവ് നല്ല ദേഷ്യത്തോടു കൂടെ അവനോട് അതവിടെ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. രാജാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പൈസ ഒക്കെ എടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ടെങ്കിലും ബൽദേവ് അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ബൽദേവ് തിരിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ആ ബിയറിൻ്റെ ആ കുപ്പി ഫുൾ എടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. അപ്പോൾ ബൽദേവിന് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് എന്തോ ഒരു സംസ്കാരമില്ലാത്ത ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതേ ദേഷ്യത്തോടു കൂടെ തന്നെയാവും ആൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് കണ്ടിട്ട് ചുട്കി സിമ്രനോട് ഇപ്പോൾ ചേച്ചി എന്തായാലും അച്ഛനോട് പോയിട്ട് ഒന്ന് സംസാരിക്കാനും നിൽക്കണ്ട, ഇപ്പോൾ ആളുടെ മൂഡ് ശരിയല്ല എന്ന് പറയാണ്. അതിനുശേഷം പിറ്റേ ദിവസം സിമ്രൻ പൂജാമുറിയിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും ബൽദേവ് അങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പോൾ അത് കണ്ടിട്ട് ബൽദേവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. തൻ്റെ മകൾ ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിലൂടെ തന്നെയാണ് വളർന്നു വരുന്നതെന്ന് ആൾ അഭിമാനത്തോടു കൂടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്. ഈ സമയം തന്നെ സിമ്രൻ അച്ഛനോട് അവൾക്ക് പോകാനുള്ള ആ ഒരു മാസത്തെ ടൂറിൻ്റെ കാര്യം പറയുകയാണ്. അച്ഛൻ പറയുന്ന എല്ലാം ഞാൻ കേട്ടോളാം, അച്ഛൻ പറയുന്ന ആളെ തന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, എന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു മാസത്തേക്ക് യൂറോപ്പിലേക്ക് ടൂറ് പോകാൻ വേണ്ടി അനുവദിക്കണമെന്ന് അവൾ പറയുമ്പോൾ ആൾ അതിനെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് ആളെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം അവൾ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ എടുക്കുന്നതാവും കാണുക. അപ്പോൾ അതിന് പിന്നാലെ ഓടുന്നുണ്ട് അവൾ. അപ്പോൾ അവളെ രാജ് കാണാണ്, അവനും യൂറോപ്പിലേക്ക് അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോകുന്നുണ്ടാവും. അപ്പോൾ അവളെ കണ്ടതും അവൾക്ക് വേണ്ടിയിട്ട് അവൻ കൈ നീട്ടുമ്പോൾ അവൾ ഓടി വന്നിട്ട് ആ കൈ പിടിച്ചിട്ട് ട്രെയിനിലേക്ക് കയറുന്നുണ്ട്. അത്രയും ഫോഴ്സിൽ കയറിയതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുള്ള ആ സ്യൂട്ട് കേസ് ഓപ്പൺ ആയിട്ട് അതിലുള്ള ഡ്രസ്സ് എല്ലാം താഴെ പോവുകയാണ്. ഈ സമയം രാജ് അവിടെയുള്ള ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ അത് ആരും ഓപ്പൺ ചെയ്യുന്നുണ്ടാവില്ല. സിമ്രൻ ആണെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് അവിടെ ഇരുന്ന് വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ രാജ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് സംസാരിക്കാനും കൂടുതൽ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം അവിടെ അവളുടെ ഇന്നർ വെയർ എടുക്കുന്നത് കണ്ടിട്ട് അത് അവൾക്ക് എടുത്തിട്ട് അവൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ ദേഷ്യത്തിൽ അത് അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പിന്നെയും അവളുടെ അടുത്ത് കോഴിത്തര കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിൻ്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശിയുടെ പോലെയാണ് തോന്നുന്നതെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്നൊന്ന് ശല്യപ്പെടുത്താതിരിക്കൂ എന്ന് ദേഷ്യത്തോടു കൂടെ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം സിമ്രൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ രാജിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും സിമ്രൻ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ സിമ്രൻ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇന്ന് ഞാനൊരു ചെക്കനുണ്ട്, അവൻ എന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കാര്യങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. അതേപോലെ രാജ അവൻ്റെ ഫ്രണ്ട്സിനോട് ഇന്ന് ഞാനൊരു പെണ്ണിനെ ഉണ്ട്, ആ പെണ്ണാണെങ്കിൽ എൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് തള്ളി മറിക്കുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സിമ്രനും ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു പാർട്ടിക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടേക്ക് രാജും ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടതും സിമ്രന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ രാജാണെങ്കിൽ സിമ്രൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെയും അവൻ്റെ കോഴിത്തരം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കണ്ണുകൾ കാണുമ്പോൾ എൻ്റെ മുത്തശ്ശിയുടെ പോലെയാണ് തോന്നുന്നതെന്ന് സിമ്രനോട് പറഞ്ഞ അതേ ഡയലോഗ് ഈ ഫ്രണ്ടിനോടും അവൻ പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരാൾ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് അയാളെക്കാൾ നന്നായിട്ട് ഞാൻ പിയാനോ വായിക്കും, ഞാൻ ജനിച്ച് വീണ തന്നെ പിയാനോയുടെ മുകളിലാണ് എന്നൊക്കെ അവൻ പിന്നെയും തള്ളി മറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സിമ്രാന് ദേഷ്യം വന്നിട്ട് അവൾ എണീച്ച് പോയിട്ട് ആ സ്റ്റേജിൽ പോയിട്ട് അവൾ പറയുന്നുണ്ട് ഇവിടെ നന്നായിട്ട് പിയാനോ വായിക്കുന്ന ഒരാളുണ്ട്, അയാളെ ഇവിടേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാജിൻ്റെ പേര് പറയാണ്. അപ്പോൾ അവനാകെ പെട്ടു എന്നുള്ളൊരു അവസ്ഥയിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ആ പിയാനോ വായിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഒരു മാതിരിയായിട്ടാവും അവൻ വായിക്കുന്നുണ്ടാവുക, ഒരു രസം ഉണ്ടാവില്ല കേൾക്കാൻ. പക്ഷെ പിന്നീട് അവിടെയുള്ള എല്ലാവരെയും സിമ്രനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വളരെ നന്നായി തന്നെ അവൻ ആ പിയാനോ വായിക്കുകയാണ്. അപ്പോൾ സിമ്രനാകെ ചമ്മി പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു പാട്ടൊക്കെ പ്ലേ ആയിട്ട് അവർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ആ ഡാൻസിൻ്റെ അവസാനം രാജ് സിമ്രനെ പിടിച്ചിട്ട് നിലത്തേക്കൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം അവളുടെ അടുത്തേക്ക് അവൻ വന്നിട്ട് ഞാൻ ഇന്നലെ നിന്നോട് ചെയ്തത് വളരെ മോശമായി പോയിരുന്നു എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു റോസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടാണ്. അപ്പോൾ അവൾ ക്ഷമിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവൾ എന്തായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ റോസിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അവളുടെ മുഖത്തേക്ക് ചീറ്റിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ ആകെ അന്തം വിട്ടിട്ട് ദേഷ്യത്തോടു കൂടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്.
അതിനുശേഷം രാജ അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്നിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സിമ്രൻ അങ്ങോട്ട് ഓടി വന്നിട്ട് അവിടെയുള്ള ഒരു കൗബെല്ല് എടുത്തിട്ട് അത് മേടിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ രാജ അവളോട് ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് നീ മേടിച്ചാൽ മതി എന്ന് അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് അവളെ മനഃപൂർവ്വം ലേറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ അവളത് മേടിച്ചിട്ട് തിരിച്ച് പോകുമ്പോൾ അവളുടെ ട്രെയിൻ മിസ്സാവുകയാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ രാജ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അയ്യോ കരയില്ലേ 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 എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള ആ കൗബെല്ല് എടുത്തിട്ട് അവളുടെ കരച്ചിൽ മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. അവർ ആ സ്റ്റേഷനിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇനി ട്രെയിനൊന്നും ഇല്ല എന്ന് അറിഞ്ഞിട്ട് അവൾ ആകെ സങ്കടപ്പെട്ടിട്ട് ദേഷ്യത്തോടു കൂടെ രാജിനോട് നീ കാരണമാണ് എൻ്റെ ട്രെയിൻ മിസ്സായത്, നീ എന്നെ കണ്ടത് മുതലേ എൻ്റെ കണ്ടക ശനി തുടങ്ങിയതാണ്, നീ എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അവനോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. രാജാണെങ്കിലേ നീ പേടിക്കണ്ട, നിൻ്റെ കൂടെ ഞാനില്ലേ, നിനക്കിപ്പോൾ എന്നെ ആവശ്യം വന്നില്ലേ എന്ന് പറയുമ്പോൾ എന്നെ പോലൊരു പെണ്ണിനെ നിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് പിടിക്കുന്നത് അവളുടെ ഡ്രസ്സിലാണ്. അങ്ങനെ അവളുടെ ഡ്രസ്സും കീറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ അവിടെ നിന്ന് മറഞ്ഞു നിന്നിട്ട് നീയൊന്നും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയി തരുമോ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇതിനുശേഷം സിമ്രന് റോഡിൽ ലിഫ്റ്റ് ചോദിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള പോലീസുകാർ വന്നിട്ട് അവളോട് പാസ്പോർട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആകെ പെട്ട അവസ്ഥ ആവാണ്, അവളുടെ കയ്യിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരോട് ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും രാജ അതുവഴി പോവുക. അപ്പോൾ രാജ സിമ്രനെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ പോലീസുകാരോട് ഇതെൻ്റെ ഭാര്യയാണ്, ഞാൻ രാജ് മൽഹോത്രയാണ്, ഇതാണ് എൻ്റെ പാസ്പോർട്ട് പറഞ്ഞിട്ട് അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് അവനെ തള്ളിയിട്ടിട്ട് നീ ഇപ്പോൾ എന്താ കാണിച്ചത്, എന്നെ നീ എന്ത് ധൈര്യത്തിലാണ് തൊട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് നന്നായിട്ട് കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ ഞാൻ വന്നതുകൊണ്ടാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ, വേണമെങ്കിൽ എൻ്റെ ഒപ്പം പോരെ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവസാനം വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ അവൻ്റെ ഒപ്പം വണ്ടിയിൽ പോവുകയാണ്. സിമ്രൻ അവനോട് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി പോയി എന്നറിയാം, സോറി എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവൻ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വലിയ വലിയ രാജ്യത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമെന്ന് അവളോട് ചിരിച്ചിട്ട് പറയുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവരുടെ വണ്ടി നാശമായിട്ട് വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ നടന്നിട്ട് അന്ന് രാത്രി തങ്ങാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു വീട്ടിലെ റൂം സെറ്റാക്കുകയാണ്. പക്ഷെ ഒരു റൂം മാത്രം സെറ്റായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സിമ്രൻ ഞാൻ എന്തായാലും നിൻ്റെ കൂടെ നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ഒരു വൈക്കോലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ പിന്നാലെ രാജൻ വരുന്നുണ്ട്. എന്നിട്ട് അവളെ കളിയാക്കുന്നുണ്ട്. ഓ ഇതാണോ നീ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച ബെഡ്റൂം എന്നൊക്കെ അവൻ പറയാണ്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ഒരു ബർഗർ അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവളത് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് സോറി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, വലിയ വലിയ രാജ്യത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമെന്ന് ചിരിച്ചിട്ട് പറഞ്ഞിട്ട് അവൻ കൊടുത്ത ആ ബർഗർ മേടിച്ച് കഴിക്കുകയാണ്. അതിനുശേഷം രാജ് അവൻ്റെ കയ്യിലുള്ള മദ്യം എടുത്ത് കുടിക്കുമ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ട് നീ ഇപ്പം എന്താ ഈ കാണിക്കുന്നത്, പെൺകുട്ടികളുടെ മുമ്പിൽ ഇരുന്നിട്ടാണോ ഈ കള്ളൊക്കെ കുടിക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ എന്താ നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കെങ്ങും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ രാജ് ഉറങ്ങിയതിന് ശേഷം അവൾ ആ മദ്യം എടുത്ത് കുടിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ ലക്കും ലെവലും ഇല്ലാതെ അവൾ അവനോട് പെരുമാറുന്നുണ്ട്. അപ്പോഴാണ് ജറാസ ചൂമലൂമ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് വരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം അവൾ രാവിലെ എണീക്കുമ്പോൾ കാണുക അവൾ രാജുവിൻ്റെ ഷർട്ട് ഇട്ടിട്ടാവും എണീറ്റിട്ടുണ്ടാവുക. മാത്രമല്ല അവർ നേരത്തെ കണ്ടുവച്ചിരുന്ന ആ റൂമിലാവും അവൾ കിടക്കുന്നുണ്ടാവുക. അപ്പോഴാവും രാജ അങ്ങോട്ട് വരിക. എന്നിട്ട് അവളോട് നന്നായിട്ട് അടുത്ത് പെരുമാറുമ്പോൾ അവൾ ആകെ സംശയിച്ചിട്ട് ഇന്നലെ നമ്മൾ തമ്മിൽ എന്താ ഉണ്ടായതെന്ന് വളരെ ആശങ്കയോടുകൂടെ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ നീ എൻ്റെ കണ്ണിലേക്ക് നോക്ക്, നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ വളരെ റൊമാൻറ്റിക്കായിട്ട് അവൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മേലിലുള്ള ആ ലിപ്സ്റ്റിക് കൊണ്ട് വരച്ച പാടുകളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് കരയാണ്. ഇല്ല ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് കരയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്, നീ കരയല്ല, ഞാൻ നിന്നെ പ്രാങ്ക് ചെയ്തതാണെന്ന് പറയുമ്പോൾ അവൾ സമാധാനത്തോടെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഒരുപാട് പേടിച്ചു പോയി എന്ന് പറയാണ്. അപ്പോൾ അവൻ അവളെ പിടിച്ചിട്ട് നീ ഒരു ഹിന്ദുസ്ഥാനി ആയിട്ടുള്ള ഒരു പെണ്ണാണെന്ന് എനിക്കറിയാം, നിൻ്റെ ആത്മാഭിമാനം എത്ര വലുതാണെന്ന് എനിക്കറിയാം, ഞാൻ അത്ര മോശക്കാരനായിട്ടുള്ള ഒരു പുരുഷനൊന്നുമല്ല, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ചർച്ചിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് അവൾ പ്രാർത്ഥിക്കുന്നത് എന്തായാലും നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവനും ദൈവത്തോട് പറയുന്നുണ്ട്. പിന്നീട് അവരൊരുപാട് സംസാരിക്കുന്നുണ്ട്. രാജ അവളോട് എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പ്രണയം അതൊരാളോട് മാത്രമേ തോന്നുള്ളൂ, ആ പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിറമുള്ളതായിട്ട് മാറണമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് നിൻ്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് എൻ്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ സങ്കല്പിക്കാനൊന്നും പറ്റില്ല എന്ന് അവനോട് സങ്കടത്തോടുകൂടെ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവനാകെ ഷോക്കാവുന്നുണ്ട്, അവന് നന്നായിട്ട് സങ്കടമൊക്കെ ആവുന്നുണ്ട്.
അപ്പോൾ അവൻ ആ സങ്കടം മറച്ചു വെച്ചിട്ട് ആഹാ നിന്റെ കല്യാണം ഉറപ്പിച്ചാണോ, അപ്പോൾ നിന്റെ ആൾ കാണാൻ എങ്ങനെയാ, സുന്ദരനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ എൻ്റെ ആളെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ ഞെട്ടിയിട്ട് നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ നീ കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്, നീ ഇതിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ വന്നിട്ട് അവർ രണ്ടുപേരും അതിൽ കയറി പോവുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ ഫോട്ടോസൊക്കെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് രാജുവിന് സിമ്രനും അവനുമായിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടുകയാണ്. അപ്പോൾ അവൻ ആദ്യം മറച്ചു വെക്കുന്നുണ്ട് അത്. പിന്നെ സിമ്രൻ അവൻ്റെ കല്യാണക്കാര്യം എല്ലാവരോടും പറയുന്നത് കേട്ടിട്ട് ആ ഒരു ഫോട്ടോ അവൻ തിരികെ അവൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് രാജു വയലിൻ വായിച്ച് നിൽക്കുന്ന ആ സമയത്ത് സിമ്രൻ അവൻ്റെ അടുത്തേക്ക് ചിരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാജ അവളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് സിമ്രൻ, ഐ ലവ് യു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സിമ്രൻ നന്നായിട്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് സിമ്രൻ നീ എന്താ ഇങ്ങനെ രാജ, നീ എന്താ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രാജ അവളോട് നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെയുള്ള ഒരാളുമായിട്ട് നീ പ്രണയത്തിലായി, അവനും നീയും ഒരുപാട് പ്രണയിക്കുന്നുണ്ട്, ആ ആള് ഞാനാണെന്ന് നീ വിചാരിക്കുക. അപ്പോൾ നീ ആ അപരിചിതനായിട്ടുള്ള ആ ആളെ നീ വിവാഹം കഴിക്കുമോ എന്ന് അവളോട് ചോദിക്കുകയാണ്. അവളുടെ കണ്ണിലേക്ക് തന്നെ അവൻ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഒരു മറുപടി ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ ട്രെയിന് പോകാനുള്ള ആ ഹോൺ അടിക്കുമ്പോൾ അവൾ ഈ പ്രാവശ്യം ഞാൻ ഈ ട്രെയിൻ മിസ്സാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാണ്. അവൻ നിന്റെ ട്രെയിൻ മിസ്സാവാനാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കും എന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവൾ ട്രെയിൻ കയറാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെ അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസത്തെ ട്രിപ്പിന് ശേഷം സിമ്രൻ അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ രാജ അവളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സിമ്രൻ അവന് നേരെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ അവൻ തിരികെ കൈ കൊടുക്കുന്നുണ്ട്. സിമ്രൻ അന്ന് മേടിച്ച ആ കൗബല്ല് രാജ അവൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിമ്രൻ അവനോട് നീ നിൻ്റെ അഡ്രസ്സ് എനിക്ക് തന്നില്ലല്ലോ, എന്നാലല്ലേ എൻ്റെ കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ നിനക്ക് അയക്കാൻ പറ്റുള്ളൂ, നീ എൻ്റെ കല്യാണത്തിന് വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ഞാൻ നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവളാകെ നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് യാഥാർത്ഥ്യത്തിൽ അവൻ തന്നെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ അവൻ നിൽക്കുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെയാവും അവനും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അവൾ പോയ ശേഷം എവിടെ നോക്കിയാലും അവളെ തന്നെ അവൻ കാണുകയാണ്. അപ്പോഴാണ് ഹോ ഗയാ ഹെ തുജ്കോ തോ പ്യാർ സജന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് വരുന്നത്. അങ്ങനെ സിമ്രനും രാജിനെ താൻ പ്രണയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്ന ആ ആളെ കണ്ടുപിടിച്ചു അമ്മേ, ഞാൻ ആളെ നന്നായിട്ട് പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അമ്മയോട് അവൾ തുറന്നു പറയാണ്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് അവളുടെ അച്ഛനായ ബൽദേവ് അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ആൾ ദേഷ്യത്തോടെ നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്, നീ എനിക്ക് വാക്ക് തന്നതാണ്, അത് നീ തെറ്റിച്ചു, എന്നെ ചതിച്ചു, നാളെ തന്നെ നമ്മൾ പഞ്ചാബിലേക്ക് പോകുവാണ് നിന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അവൾ അവിടെ ഇരുന്ന് നന്നായിട്ട് കരയാണ്. പിന്നീട് രാജ് വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സിമ്രൻ്റെ വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ ഇനി അവളെ എനിക്ക് കിട്ടില്ല എന്ന് രാജ് പറയുമ്പോൾ അവളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കാനൊക്കെ പറ്റും, നീ അതിന് പ്രയത്നിക്കണം എന്നൊക്കെ അവനെ മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാജ അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാവും. അങ്ങനെ ഒരു അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ അവനോട് അവരുടെ മകളുടെ കല്യാണം ആയതുകൊണ്ട് അവർ പഞ്ചാബിലേക്ക് പോയി എന്ന് പറയാണ്. അപ്പോൾ അവൻ സങ്കടത്തോടു കൂടെ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ കൗബൽ അവൻ കാണുകയാണ്. അപ്പോൾ അത് അവൻ സ്നേഹത്തോടു കൂടെ എടുത്തു നോക്കുന്നുണ്ട്. എന്നിട്ട് സിമ്രൻ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പഞ്ചാബാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം സിമ്രാനോട് അവളുടെ അമ്മ അവൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളെ മറക്കാനും ഈ വിവാഹത്തിന് സമ്മതിക്കാനും വേണ്ടി പറയാണ്. അങ്ങനെ അവൾ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുകയാണ്. പിന്നെ സിമ്രൻ അവളുടെ റൂമിൽ കിടക്കുന്ന സമയത്തായിരിക്കും ഒരു വയലിൻ്റെ ശബ്ദം കേൾക്കുക. രാജ എപ്പോഴും വായിക്കുന്ന അതേ ട്യൂണിലാവും ആ ശബ്ദം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ അവൾ എത്തിപ്പെടുന്നത് ഒരു പൂന്തോട്ടത്തിലാണ്. അങ്ങനെ അവൾ അവിടെ എത്തുമ്പോൾ കാണാം ഒരു പശുവിൻ്റെ മുകളിൽ ആ ഒരു കൗബല്ല് തൂക്കിയിട്ടിരിക്കുന്നതും രാജ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. അവനെ കണ്ടതും അവൾ ഓടിപ്പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് മുझे देखा तो ये ജാനാസനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേമസ് സോങ് പ്ലേ ആവുന്നത്. അങ്ങനെ അവൾ അവനോട് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാം രാജ്, നമ്മുടെ സ്നേഹമൊന്നും ഇവിടെയുള്ള ആർക്കും മനസ്സിലാവില്ല, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവാം എന്ന് പറയുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നില്ല. നിന്നെയും കൊണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഒളിച്ചോടി പോയാൽ അത് ശരിയാവില്ല, നിൻ്റെ അച്ഛൻ എപ്പോഴാണോ എനിക്ക് നിൻ്റെ കൈ പിടിച്ച് തരുന്നത് അതുവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും, നിൻ്റെയും കൊണ്ട് ഞാനിവിടെ നിന്ന് പോകുമെന്ന് അവൻ പറയാണ്.
എന്നിട്ട് അവൻ അവളോട് നിനക്കെന്നെ വിശ്വാസമില്ല, എന്നെ നീ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതലെന്ന് അവൾ മറുപടി കൊടുക്കുകയാണ്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ വെറും അപരിചിതരെ പോലെയാണ് പെരുമാറാൻ പോകുന്നതെന്നൊക്കെ അവൻ അവളോട് പറയുന്നുണ്ട്. ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാജ് സിമ്രനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ കുൽജീത് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ അപകടത്തിൽ പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവൻ എന്നെ അയാളെ രക്ഷിക്കുകയാണ്. അങ്ങനെ രാജ് കുൽജീത്തുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തന്നെ രക്ഷപ്പെടുത്തിയ ആളെന്ന രീതിയിൽ കുൽജീത്ത് വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കുൽജീത്ത് രാജിനെ സിമ്രൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സിമ്രൻ്റെ അച്ഛൻ ബൽദേവിനെ കണ്ടതും രാജ ആകെ ഞെട്ടിത്തിരിക്കുകയാണ്. അന്ന് ലണ്ടനിൽ വെച്ചിട്ട് ആളോട് അങ്ങനെ ബിഹേവ് ചെയ്തതിൽ അവനപ്പോൾ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ രാജിനെ കണ്ടതും ബൽദേവിന് മനസ്സിലാവുന്നുണ്ട് ആ ലണ്ടനിൽ വെച്ചിട്ട് ആ സംസ്കാരമില്ലാതെ പെരുമാറിയത് അവൻ തന്നെയാണെന്ന്. പിന്നെ കുൽജീത്ത് രാജിനെ സിമ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ അവനെ കണ്ടതും നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. പക്ഷെ അവനന്ന് പറഞ്ഞതുപോലെ അപരിചിതരെ പോലെ തന്നെ അവർ രണ്ടുപേരും പെരുമാറുകയാണ്. അങ്ങനെ രാജ് ചുട്കിയായിട്ട് കമ്പനിയായിട്ട് അവൾക്ക് ഒരു മിനി കൗബെല്ലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിമ്രനും ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ രാജ് അവിടെയെല്ലാം ഓരോ പണികളും ഓടി നടന്നിട്ടൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കുൽജീത്തിൻ്റെ അനിയത്തിക്ക് അവനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി നിൽക്കുന്ന ആ സമയത്ത് സിമ്രൻ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ അവൻ അവളുടെ കൈ പിടിക്കുമ്പോൾ അവൾ അവിടുന്ന് പെട്ടെന്ന് എണീച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവൾ ആ ഇരുന്ന സ്ഥലത്ത് കുൽജീത്തിൻ്റെ അനിയത്തി വന്നിരിക്കുമ്പോൾ സിമ്രനാണെന്ന് വിചാരിച്ചിട്ട് രാജ് അവളുടെ കൈയാണ് പിടിക്കുന്നത്. അപ്പോൾ അവൾ നാണത്തോടു കൂടെയൊക്കെ അവനെ നോക്കുമ്പോഴായിരിക്കും തനിക്ക് പറ്റിയ അബദ്ധം രാജിന് മനസ്സിലാവുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് കൈയൊക്കെ വിടുന്നുണ്ട്. അതിനുശേഷം രാജ് സിമ്രാൻ്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആൾ പ്രാവിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അതേപോലെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളുടെ ഒപ്പം നിന്ന് പ്രാവിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് സിമ്രൻ രാജിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീയല്ലാതെ വേറെ ആരും അണിയിക്കുന്ന മോതിരം ഞാൻ എൻ്റെ മോതിര വിരൽമേൽ അണിയില്ല. കാരണം എന്താണെന്ന് അറിയുമെന്ന് എനിക്ക് ഈ മോതിര വിരൽമേൽ അണിയുന്നതെല്ലാം നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കും എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പോകാൻ നേരത്ത് സിമ്രൻ അവനൊരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ റൂമിലെത്തിയതും ചുട്കി അവളോട് നീ സ്നേഹിക്കുന്ന ആ ഒരാൾ രാജല്ലേ എന്ന് അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ സിമ്രൻ അതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജിനെ ചുട്കിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അങ്ങനെ അവളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ സിമ്രൻ പറയാണ് ഞാൻ അവനെ അല്ലാതെ വേറെ ആരും കല്യാണം കഴിക്കില്ല. ഇപ്പോൾ ഒരു കല്യാണം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് രാജുമായിട്ടായിരിക്കും എന്ന് ചുട്കിയോട് അവൾ പറയുകയാണ്. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് അവൾ മോതിര വിരലിന്മേ ബാൻഡേജൊക്കെ ഒട്ടിച്ചിട്ട് മുറിവ് പറ്റിയതാണെന്ന് എല്ലാവരോടും പറയുമ്പോൾ കുൽജീത്തിന് ആ വിരലിന്മേ മോതിരം അണിയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. കുൽജീത്തിൻ്റെ പേരൻസ് അവൻ്റെ അനിയത്തിയും പിന്നെ രാജുവായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് അവനോട് സംസാരിക്കുകയാണ്. അവനാകെ പെട്ട അവസ്ഥ ആവുന്നുണ്ട്. അയ്യോ എൻ്റെ അച്ഛൻ ഇവിടെയല്ല, ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അപ്പോൾ ആൾ വരണമെന്ന് അവൻ അവരോടൊക്കെ പറയുകയാണ്. പക്ഷേ ഇതേ സമയം രാജിൻ്റെ അച്ഛൻ ഇന്ത്യയിൽ ലാൻഡ് ആവുകയാണ്. എന്നിട്ട് രാജ അറിയാതെ കുൽജീത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കുൽജീത്തിൻ്റെ പാരൻസ് കല്യാണത്തെക്കുറിച്ചൊക്കെ ആളോട് പറയുകയാണ്. അപ്പോൾ രാജ് സ്നേഹിച്ച പെൺകുട്ടി ഇതാണെന്ന് വിചാരിച്ചിട്ട് ആൾ സമ്മതം പറയുന്നുണ്ട്. രാജ് വന്ന് ഇതറിഞ്ഞിട്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. സിമ്രനെയാണ് താൻ സ്നേഹിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സിമ്രനെ ആൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സിമ്രനെ കണ്ടതും അച്ഛന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിൻ്റെ സെലക്ഷൻ സൂപ്പറാന്നൊക്കെ അവനോട് ആൾ പറയുകയാണ്. അപ്പോൾ അന്ന് കറുവ ചൗത്ത് ദിവസമായിരിക്കും. സിമ്രൻ രാജിന് വേണ്ടിയിട്ട് വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടാവും. അവൻ്റെ കൈകൊണ്ട് തന്നെ അവൾ വെള്ളം കുടിക്കുമെന്ന് വാശി പിടിച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ അവസാനം പൂജയൊക്കെ കഴിഞ്ഞിട്ട് കുൽജീത്ത് അവൾക്ക് വെള്ളം കൊടുക്കാൻ നിൽക്കുന്ന ആ സമയത്ത് അവൾ തല കറങ്ങി വീഴുന്നത് പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ഈ സമയം രാജ് പെട്ടെന്ന് ഓടി വന്നിട്ട് അവൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒരു കണ്ണ് തുറന്നിട്ട് കണ്ണടിച്ച് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവന് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ അങ്ങോട്ട് ഓടി വന്നിട്ട് സോറി ഞാൻ ലേറ്റ് ആയതിന് എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം എടുത്തിട്ട് അവൾക്ക് വാരി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ അവൾ അത് കഴിക്കാതെ നീ ഇന്ന് ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നുണ്ടാവുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ചുട്കിക്ക് ദേഷ്യം വന്നിട്ട് ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, നീ ഇന്ന് വ്രതം എടുക്കുന്നത് കൊണ്ട് തന്നെ രാജു ഇന്ന് വ്രതം എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾക്കാകെ പാവം തോന്നുന്നുണ്ട്. അങ്ങനെ ചുട്കി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രാജു സിമ്രനും പരസ്പരം വാരി കൊടുത്തിട്ട് സന്തോഷത്തോടുകൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കണ്ടിട്ട് സിമ്രൻ്റെ അമ്മയായിട്ടുള്ള ലാജു അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ലാജു ആകെ നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. പിന്നീട് അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ ആൾ ചിരിച്ചിട്ട് അത് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ലാജോ പിറ്റേ ദിവസം അവരെ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് സിമ്രാന് മേടിച്ചിട്ടുള്ള ആ ഒരു ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് രണ്ടുപേരോടും ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ മോളുടെ സന്തോഷമാണ് ആളവിടെ നോക്കുന്നത്.
പക്ഷേ രാജ് അതിന് സമ്മതിക്കുന്നില്ല. എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. പക്ഷേ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ നമുക്ക് 2 വഴികളാണുള്ളത്. ഒരു തെറ്റായ വഴിയും ഒരു നേരായ വഴിയും. തെറ്റായ വഴിയിലൂടെ നമുക്ക് എളുപ്പത്തിൽ കടക്കാൻ പറ്റും. ഫസ്റ്റൊക്കെ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാക്കുമായിരിക്കാം. പക്ഷെ അവസാനം നമ്മൾ അതിൽ തോൽക്കുക ചെയ്യും. അതുകൊണ്ട് തന്നെ നേരായ വഴി തിരഞ്ഞെടുക്കാനാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചത്. അതിൽ നമുക്ക് കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നാലും അവസാനം നമ്മൾ വിജയിക്കുക ചെയ്യുമെന്നൊക്കെ ആൾ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ലാജോയ്ക്കും പിന്നെ സിമ്രനൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. ബൽദേവ് പ്രാവിന് തീറ്റ കൊടുക്കാൻ പോകുന്ന ആ സമയത്ത് രാജും പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് ലണ്ടനിലുണ്ടായിട്ടുള്ള ആ സംഭവം ഇനി മനസ്സിൽ കൊണ്ട് നടക്കരുത്, തന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ എന്നേ ക്ഷമിച്ചു, നീയൊരു നല്ല ചെക്കനാന്ന് എനിക്കറിയാമെന്ന് ബൽദേവ് അവനോട് പറയുമ്പോൾ അവന് സന്തോഷമാവുകയാണ്. അതിനുശേഷം ബൽദേവിൻ്റെ അമ്മയ്ക്ക് വയ്യാതാവുകയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് രാജസിമ്രന് ഒരു റോസ് കൊടുക്കുന്ന ആ ഫോട്ടോ ബൽദേവ് കാണുകയാണ്. ഇത് കണ്ടിട്ട് ആൾ നന്നായിട്ട് ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. സിമ്രൻ സ്നേഹിച്ചത് രാജിനെയാണെന്ന് ആൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ രാജ് വന്നതും അവനെ നന്നായിട്ട് ബൽദേവ് അടിക്കുന്നുണ്ട്. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ സിമ്രൻ അവനെ അടിക്കുന്നത് കണ്ടിട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അച്ഛനെ തടയാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് രാജിനോട് നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാം, ഞാൻ പറഞ്ഞതല്ലേ ഇവരൊന്നും നമ്മളെ സ്നേഹമൊന്നും മനസ്സിലാക്കില്ല, അവർ നമ്മളെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല, നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാ എന്ന് സിമ്രൻ അവനോട് പറയുന്നുണ്ട്. അവൻ അവളോട് നിന്നെ ഇത്ര കാലം നോക്കി ഉണ്ടാക്കി ആളെ വിട്ടിട്ട് നീ എൻ്റെ ഒപ്പം വരുന്നത് ശരിയല്ല സിമ്രൻ, ഞാനാണ് തെറ്റ് ചെയ്തത്, നിന്നെ ഞാൻ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ നിനക്ക് പറ്റിയ ആളല്ല, നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിന്നെ സ്നേഹിക്കാനുള്ള ഒരു അധികാരവും എനിക്കില്ല. എന്നിട്ട് അവളെ ബൽദേവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് തന്നെ ഞാൻ തരികയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരോടും അവൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. കുൽജിത്ത് അവനെ ദേഷ്യത്തോടെ അടിക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുൽജിത്തും അവൻ്റെ ആൾക്കാരൊക്കെ കൂടി വന്നിട്ട് അവനെ നന്നായിട്ട് മർദ്ദിക്കുകയാണ്. തടയാൻ വന്ന രാജിൻ്റെ അച്ഛനെയും അവർ നന്നായിട്ട് അടിക്കുകയാണ്. അപ്പോൾ ഇതറിഞ്ഞിട്ട് ബൽദേവും ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ ലാജു ആണെങ്കിൽ സിമ്രനെ വിളിച്ചിട്ട് സിമ്രൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ആ അടി നടക്കുന്ന ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ബൽദേവ് വന്നിട്ട് അവരെ എല്ലാം തടഞ്ഞിട്ട് രാജിനെ പോകാൻ വേണ്ടി അനുവദിക്കുകയാണ്. അങ്ങനെ രാജു അച്ഛനും കൂടെ ട്രെയിൻ കയറുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിമ്രൻ അവരുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ബൽദേവ് അവളുടെ കൈ പിടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് അവൻ്റെ ഒപ്പം പോകണം, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ബൽദേവ് പെട്ടെന്ന് അവളുടെ കൈ വിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഞെട്ടിയിട്ട് സിമ്രൻ ആളെ നോക്കുമ്പോൾ സിമ്രൻ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോക്കോ, കാരണം അവനേക്കാൾ നന്നായിട്ട് ഈ ലോകത്ത് നിന്നെ ആരും സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ സന്തോഷത്തോടു കൂടെ അവൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ചുട്കിക്കും ലാജോക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് ബൽദേവിനെ വന്ന് അവർ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ സിമ്രൻ ഓടിപ്പോയിട്ട് രാജിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് നന്നായിട്ട് വേദന ആയിട്ടുണ്ടാവും. അപ്പോൾ സോറി എന്ന് പറയുമ്പോൾ ഇത്ര വലിയ വലിയ രാജ്യത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും സെനോറിറ്റ എന്ന് അവൻ അവളോട് പറയുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ അവർ നോക്കിയിട്ട് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ ഈ ഹാപ്പി എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക, നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. പിന്നെ ഇവർ തന്നെ ജോഡിയായ ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിട്ടുള്ള കുച്ച് കുച്ച് ഹോത്താ ഹെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.